You are moving into the round 4. ഇവിടെയാണ് നമ്മളെ എലിമിനേഷൻ എന്ന് പറയുന്ന സംഭവം അറ്റ്ലീസ്റ്റ് ഒരു ടീമിനെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ 2 ടീമിനും സംഭവിച്ചതും വരാം. എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ ഓപ്പൺ ആണ്. ബസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്ക് ആദ്യം ഉത്തരം പറയണമെന്ന് തീരുമാനിക്കാം. ഈ 3 ചോദ്യങ്ങളിൽ 2 ചോദ്യമെങ്കിലും ഒരു ടീം ആൻസർ ചെയ്തിരിക്കും എങ്കിലേ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടാസ്ക് ചെയ്ത് അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് റൗണ്ട് നമ്പർ 5, ദ മെഗാ പ്രൈസ് റൗണ്ട്, വേർ യു ക്യാൻ വിൻ ഒരു കാറും ഒരു ഇലക്ട്രിക് സ്കൂട്ടറും. ആരും 2 ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഗെയിം എൻഡ്സ് ദേർ. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ ഏത് വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ജോർജ് കുട്ടി എന്ന പ്രയോഗം ഉപയോഗിച്ചിരുന്നത്? ജോർജ് കുട്ടി എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കാനാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്? പൈസ. പൈസ, പണം അല്ലേ? കാശിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ജോർജ് കുട്ടി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് പണം എന്ന് ഡിനോട്ട് ചെയ്യാൻ തന്നെയാണ്. മനസ്സിലാക്കുക, 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 കൂടി നിങ്ങൾക്ക്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ ഇവർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഓട്ടോമാറ്റിക്കലി ഗോ ഇൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളാണ് ആൻസർ ചെയ്യണമെങ്കിൽ 3ാമത്തെ ചോദ്യമായിരിക്കും ടൈ ബ്രേക്ക്. ഓൾ ദി ബെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വാ, ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ഞാനൊന്ന് വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. കുരുക്ഷേത്രം എന്താണ് എന്നുള്ളത് അറിയാമോ? എന്താണ് കുരുക്ഷേത്രം? അയ്യോ, ഉത്തരം അറിയൂല. അപ്പൊ വെറുതെ വെക്കിയതാണെന്ന്. രാമായണവും ഉണ്ട്, മഹാഭാരതവും ഉണ്ട്. അയോധ്യ രാമായണത്തിന്റെയാണ്. കുരുക്ഷേത്രം ഏത് മഹാകാവ്യത്തില് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ആലോചിക്കൂ. മഹാഭാരതം. ആ, അയോധ്യ ഇതിലാ വരുന്നത്. സോറി. ശരി, ഉത്തരം പറയൂ. ബസർ ബസ് ചെയ്തല്ലേ ഉത്തരം പറയൂ. അയ്യോ, അത് ശരിയല്ല. പറയൂ, ചിലപ്പോ അത് ശരിയാവാം. ന്യൂഡൽഹി. ഒരു സെക്കൻഡ്, അയോധ്യയാണെങ്കിലും ന്യൂഡൽഹിയിലാണെന്നാണ് വിചാരിച്ചത്. ഇനി എന്നോട് കൂടുതലൊന്നും ചോദിക്കാം. ഉത്തരം അവസാനം പറയുന്നത് ന്യൂഡൽഹി എന്നാണോ? ഉറപ്പാണോ? ദേവിക ഈ രമ്യ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ന്യൂഡൽഹി ആണെന്നാണ് പറയുന്നത്. ഐ ആം സോറി, ഞാൻ നേരത്തെ ഓപ്ഷൻ തരൂ. ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് അക്ഷരം UP. ഉത്തരം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പറയാം. അതെ, ഉത്തരം ഉറപ്പിച്ച് പറയണേ, സമയം കഴിഞ്ഞു. UP എന്നാണ് ഉത്തരം പറയുന്നത്. UP എന്നാണ് ഉത്തരം പറയുന്നത്. ഉറപ്പിച്ച് പറയാമോ? ഉറപ്പിച്ചു. ഉത്തർപ്രദേശ്, അതാണ് UP എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ന്യൂഡൽഹി. വളരെയധികം സന്തോഷം നിങ്ങൾ 2 പേരും വന്നത്. ഉത്തരം തെറ്റാണ്. മഹാഭാരതം ഞാൻ വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. അപ്പോ എന്തായാലും ഉത്തരം ഹരിയാനയാണ്. മനസ്സിലേ വന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറെ 0 പുറത്താക്കിയ ഏക ബൗളർ ആരാണ്? രഞ്ജിയിലാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ 0 പുറത്താക്കിയ ഏക ബൗളർ ആരാണ്? അറിയെങ്കിൽ പറഞ്ഞേടാ, ഞങ്ങളെങ്കിലും കേട്ടോ. ചേച്ചി പറഞ്ഞോ, ചേച്ചിക്കല്ലത് കിട്ടുന്നത്. രഞ്ജി ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കളി? ഈശ്വര, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നെ ഇനിയും എന്റെ ചേട്ടൻ കണ്ടോ ഉറപ്പായിട്ട്. രഞ്ജി ട്രോഫി ഏത് കളിക്ക് വേണ്ടിയാ കളിക്കുന്നത്? ക്രിക്കറ്റ്. സമാധാനം. കാരണം ഇത്രയും നേരമുള്ള ഒരു ഇത് വെച്ചിട്ട് സച്ചിൻ തെണ്ടുൽക്കറിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം, അതുകൊണ്ടാണ്. അപ്പോ അറിയില്ല. ദേവിക? ഇല്ല, എനിക്ക് ആ വലിയ വലിയ സമ്മാനങ്ങൾ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. വണ്ടി വിളിക്കണം, കൊണ്ടുപോകണം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് നിർത്താം.
ഭുവനേശ്വർ കുമാറാണ് ഇതിന്റെ ഉത്തരം. നോ ചാൻസ്. ഒരിക്കലും കിട്ടൂല. ഒരിക്കലും പറയില്ല. തീർച്ചയായും ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ആയിട്ടുള്ള ഇത്രയും സമയം ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.